നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും NDA നേതാക്കൾക്കുമൊപ്പം എത്തിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് മുമ്പാകെ CP രാധാകൃഷ്ണൻ പത്രിക നൽകിയത്. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി C സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും. തിങ്കളാഴ്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും. NDAയുടെ നിലവിലെ അംഗബലത്തിൽ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാകും. പെരിയ കൂട്ടക്കൊലക്കേസ് 4ാം പ്രതി അനിൽകുമാറിന് പരോൾ അനുവദിച്ച സർക്കാർ 1 മാസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശത്തിലാണ് പരോൾ അനുവദിച്ചത്. വളരെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസ്. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസുകാരനായ കൃപേഷിനെയും ശരത്ലാലിനെയും CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2019 ഫെബ്രുവരി 17-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ഒരാളുടെ നില ഗുരുതരം. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി മറിഞ്ഞ അപകടം. തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൊണ്ട് പോകവെ ഓട്ടോ നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. ചെറിയന്നൂരിൽ ശാസ്താനഗർ റോഡിൽ വെച്ചാണ് അപകടം. ഓട്ടോറിക്ഷയിൽ 5-ലധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 4 പേർ വർക്കല താലൂക്ക് ആശുപത്രിയിലും 2 പേർ വർക്കല സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. വർക്കല കട്ടിംഗ് സ്വദേശികളായ സാവിത്രിയമ്മ, ശ്യാമള എന്നിവരാണ് വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ സാവിത്രി അമ്മയുടെ നില അതീവ ഗുരുതരമാണ്. ഡെപ്യൂട്ടി തഹസിൽദാർ കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് KBICയിലെ ഡെപ്യൂട്ടി തഹസിൽദാർ ജയകൃഷ്ണനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. പാലക്കാട് അനങ്ങടി സ്വദേശിയാണ്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയിൽ നിന്നും വിട്ടുനിന്ന് ചാണ്ടിയുമ്മൻ. കോർപ്പറേഷനെതിരായ യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയിൽ നിന്നും ചാണ്ടിയുമ്മൻ MLA വിട്ടുനിന്നു. ഉദ്ഘാടകനായി നിശ്ചയിച്ച ചാണ്ടിയുമ്മൻ പരിപാടിക്ക് എത്തിയില്ല. പിന്നിൽ ഗ്രൂപ്പ് താൽപര്യമെന്നാണ് ആരോപണം. ചാണ്ടിയുമ്മൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. ചാണ്ടിയുമ്മനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചതായും ആരോപണമുണ്ട്.